നമ്മൾ കണ്ടത് നമ്മുടെ ബ്രൂണറുടെയും അതുപോലെ തന്നെ ഒക്കെയുള്ള പഠന സങ്കല്പങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മഘട്ടം എന്നൊക്കെ പറഞ്ഞാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ തിയറികൾ സംഭാവന നൽകിയ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആളുടെ പേര് വേറൊന്നുമല്ല, പിയാഷെ കേട്ടോ. GN പിയാഷെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യൽ സയൻസ്, സൈക്കോളജി എന്ന് വേണ്ട ഏത് വിഷയത്തിൽ നിന്നും ഒരു ചോദ്യം ഈ പിയാഷയെ സംബന്ധിച്ചൊരു ചോദ്യം ചെയ്യും. കാരണം കുട്ടികളുടെ വൈജ്ഞാനിക വികസനത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ ഭൗതിക വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൂടുതലായിട്ട് നടത്തിയ വ്യക്തിയാണ് പിയാഷെ എന്ന് പറയുന്ന വ്യക്തി. സോ അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻസ് ആണ്. കുട്ടികളിൽ എങ്ങനെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുട്ടി എങ്ങനെ ഒരു കാര്യം ഗ്രഹിക്കുന്നു, അത് അവൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ചെല്ലുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ ഒരു ഡിസെക്വിലിബ്രിയത്തിലാക്കുന്നു, അവിടുന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും, കൊച്ചെങ്ങനെ ആ ഡിസെക്വിലിബ്രിയത്തെ മറികടക്കുന്നു, അവൻ ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ പറ്റുമോ, ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പിയാഷെ ഇവിടം കൊണ്ട് തൻ്റെ തിയറി വഴി മുൻപോട്ട് വെച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും എല്ലാ സബ്ജക്റ്റിൽ നിന്നും വിധേയത്തെ സംബന്ധിച്ചൊരു ചോദ്യം നമ്മളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, നോക്കിക്കേ. പിയാഷെയുടെ പഠന സിദ്ധാന്തം എന്താണ്? ടീച്ചർ ക്ലാസ്സിൽ പല ചിത്രങ്ങൾ കാണിക്കുന്നു, പലതരം വീടുകളുടെ ചിത്രങ്ങൾ. ഓരോ ചിത്രം കാണുമ്പോഴും കുട്ടികൾ താളത്തിൽ വിളിച്ചു പറയുന്നു: ഓടിട്ട വീട്, ഓടുമേഞ്ഞ വീട്, കോൺക്രീറ്റ് വീട്. എന്നാൽ ടീച്ചർ ഇഗ്ലു അഥവാ മഞ്ഞ് വീടിൻ്റെ ചിത്രം കാണിച്ചപ്പോൾ പ്രതികരണത്തിൻ്റെ താളം നഷ്ടപ്പെടുന്നു. ഉണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കാൻ ചെന്നത് ടൈപ്സ് ഓഫ് ഹൗസസ് അല്ലെങ്കിൽ വിവിധ തരം വീടുകളാണ്. ഇപ്പോൾ ടീച്ചർ കുറച്ച് പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയി. പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ അകത്ത് ഓടിട്ട വീടുണ്ട്, ഓലമേഞ്ഞ വീടുണ്ട്, കോൺക്രീറ്റ് വീടുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള വീടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ടീച്ചർ ഈ മഞ്ഞ് പ്രദേശത്തുള്ള ഇഗ്ലു എന്ന് പറഞ്ഞ വീടിൻ്റെ ഫോട്ടോയും കൂടി എടുത്തിരുന്നു. അപ്പോൾ കുട്ടികൾ ആവേശത്തിൽ നമ്മളിങ്ങനെ മറിക്കുന്നതനുസരിച്ച് ആവേശത്തിൽ പറയാനായിട്ട് ത്വരത്തപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇഗ്ലുവിൻ്റെ വീട് കണ്ടപ്പോൾ കുട്ടികളെല്ലാവരും കൺഫ്യൂസ്ഡായി. അതായത് അത്രയും നേരം അവർക്ക് അവരുടെ ഭൗതിക മണ്ഡലത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല. അവർ കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, കേട്ടിട്ടുള്ള, നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, പോയിട്ടുള്ള വീടുകളായിരുന്നു അവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇഗ്ലു എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവാണ്. അതായത് അവരുടെ ഭൗതിക മണ്ഡലത്തെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവാണ്. ശരിയല്ലേ? അപ്പം ആ കുട്ടികൾ എന്താ പറഞ്ഞത്? ഇത് വീടല്ല, ഗുഹയാണ്. അങ്ങനെ പലതരം പ്രതികരണങ്ങൾ വന്നു. ടീച്ചർ ഉളക്കെ വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യന് അവന് താമസിക്കാനുണ്ടാക്കിയ വീടാണ്. അപ്പം ടീച്ചർ പലതരം പ്രതികരണം, അല്ല ഇത് നമുക്കുള്ള വീടല്ല, ഇത് മൃഗങ്ങൾക്ക് താമസിക്കാനുള്ള ഗുഹയാണ്, ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, പെൻഗ്വിനാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെയുള്ള കുട്ടികളുടെ പല രീതിയിലുള്ള കമൻസ് വന്നു. അപ്പോൾ ടീച്ചർ വീണ്ടും പറഞ്ഞു, ഇത് മനുഷ്യൻ അവന് വേണ്ടി താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. ഇതെന്ത് വീട് എന്നായി കുട്ടികൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതാണ് മഞ്ഞ് കൊണ്ടുള്ള വീട്. മഞ്ഞ് കൊണ്ടോ? അതെങ്ങനെ? തുടർന്ന് ടീച്ചർ ഇഗ്ലുവിനെ വിശദീകരിക്കുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മഞ്ഞ് പ്രദേശത്ത് മനുഷ്യനെ മഞ്ഞിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് എന്താണ് മഞ്ഞുകൊണ്ടുള്ള വീട് അഥവാ ഇഗ്ലു എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ താമസിക്കുമ്പോൾ മനുഷ്യന് പുറത്തു നിന്നുള്ള തണുപ്പിനേക്കാളും കുറവായിരിക്കും അകത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന് ആ ഒരു തണുപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ഈ ഇഗ്ലുവിൻ്റെ അകത്ത് താമസിച്ചാൽ അവനെക്കൊണ്ട് സാധിക്കുമെന്ന് ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ മഞ്ഞ് വീടിൻ്റെ ചിത്രം കാണിച്ചപ്പോൾ കുട്ടികളുടെ പ്രതികരണം ശ്രദ്ധിച്ചുവല്ലോ. അതായത് മഞ്ഞ് വീടിൻ്റെ പടം ആദ്യമായി കണ്ടപ്പോൾ കുട്ടികളുടെ പ്രതികരണം കുറഞ്ഞു. കാരണം കുട്ടികളെ സംബന്ധിച്ച് ഈ മഞ്ഞ് വീടെന്ന് പറഞ്ഞ ആശയം എന്താണ്? പുതിയൊരു അനുഭവമായിരുന്നു. അതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. മഞ്ഞുകൊണ്ടുള്ള വീട് കുട്ടിയെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമാണ്. കണ്ടോ, ഓരോ പുതിയ അനുഭവങ്ങളും ചില പഠന പ്രശ്നങ്ങൾ പഠിതാവിൻ്റെ മനസ്സിലുയർത്തുന്നു. അതായത് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നാ വെച്ചുകൊണ്ടാണ്? നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് ക്ലാസ്സിൽ കയറുന്നത് എന്നാ വെച്ചത് കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് കയറുന്നത്? ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ ടീച്ചർമാരിലൊക്കെ എഴുതും അല്ലേ? എന്തിനെ മുൻനിർത്തിയാണ് നമ്മൾ ഒരു ക്ലാസ് എടുക്കാനായിട്ട് കയറുന്നത്? ഒരു പാഠഭാഗത്തിന് എന്നാ മുൻനിർത്തിയാണ് നമ്മൾ ഒരു ക്ലാസ് എടുക്കാനായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത്, കുട്ടികളുടെ മുമ്പിലേക്ക് പോകുന്നത്?
അതിനൊരു പ്രത്യേക പേര് പറയും. എന്നതാ? പഠന നേട്ടം. കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ടീച്ചർ ടെക്സ്റ്റിലൊക്കെ പറയുന്നത് പഠന ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഓരോ പുതിയ അനുഭവങ്ങളും പുതിയ പഠന പ്രശ്നങ്ങൾ നമ്മുടെ പഠിതാവിൻ്റെ മനസ്സിൽ ഉയർത്തുന്നുണ്ട്. അതായത് നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് എന്താ ഉള്ളത്? ഓരോരോ പുതിയ പഠന പ്രശ്നങ്ങളുള്ളത്. അവരറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് നമ്മൾ എങ്ങോട്ട് ചെല്ലുന്നത്? ക്ലാസ് മുറിയിലേക്ക് ഓരോ പഠന ലക്ഷ്യവുമായി അല്ലെങ്കിൽ ഓരോ പഠന നേട്ടവുമായി ഓരോ LOI, അങ്ങനെ വേണം പറയാം കേട്ടോ, ലേണിംഗ് ഔട്ട്കം എന്ന് പറയും. ഓരോ LOI ആയിട്ട് നമ്മൾ കുട്ടികളുടെ മുമ്പിലേക്ക് എത്തുന്നത് കണ്ടോ. ഇതെന്നാ പറ്റും? ഇത് പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയിൽ താൽക്കാലികമായ ഒരു അസന്തുലിതാവസ്ഥ അഥവാ ഡിസ്ഇക്വിലിബ്രിയം സൃഷ്ടിക്കും. അപ്പം നമ്മൾ പുതിയതായ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, കുട്ടികളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവരുടെ വൈജ്ഞാനിക ഘടനയിൽ എന്നാ സംഭവിക്കും? ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്ഇക്വിലിബ്രിയം സൃഷ്ടിക്കും. ഇനിയും തുടർന്ന് സന്തുലിതാവസ്ഥ കൈവരിച്ച് സ്വസ്ഥത വീണ്ടെടുക്കാൻ വൈജ്ഞാനിക ഘടന ശ്രമിക്കുന്നു. അപ്പോൾ എന്നാ സംഭവിക്കും? കുഞ്ഞുങ്ങൾക്ക് ആ പുതിയൊരു ആശയം മനസ്സിലാക്കാൻ വേണ്ടി ആര് ശ്രമിക്കും? വൈജ്ഞാനിക ഘടന ശ്രമിക്കും. ഈ ശ്രമമാണ് യഥാർത്ഥത്തിൽ പഠനം എന്ന പ്രക്രിയ. കണ്ടോ എന്ത് അർത്ഥവത്തായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഓരോരോ പുതിയ ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നു. ആ പുതിയ ആശയങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ട്. അയ്യോ, ഇതെന്നതാ സാധനം, ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇന്നെ ഈ ടീച്ചർ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ക്ലൂസ് പറയുമ്പോൾ കൊച്ചിന് മനസ്സിലാവും, അയ്യേ ഇത് ഇത്രയേ ഉള്ളായിരുന്നോ. കണ്ടോ? അപ്പം പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ പഠിതാവിൻ്റെ മനസ്സിലൊരു ഡിസ്ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ വൈജ്ഞാനിക ഘടനയിലൊരു മാറ്റം സംഭവിക്കുന്നു. തുടർന്ന് അവൻ സന്തുലീകരിക്കാൻ നോക്കും, അതായത് അതിനെ മനസ്സിലാക്കാൻ നോക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്താ വയ്ക്കും? അയ്യോ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഇതിന് പറയുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. കണ്ടോ? വൈജ്ഞാനിക വികാസത്തെക്കുറിച്ചുള്ള ഈ ആശയം ഒന്നാം സെമസ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഈ സമീപനം ആരാണ് മുമ്പോട്ട് വെച്ചത്? നമുക്കറിയാം, നമ്മുടെ ജീൻ പിയാഷെയാണ് മുമ്പോട്ട് വെച്ചത്. നോക്കി, മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് ജ്ഞാതൃവാദം അഥവാ കൊഗ്നിറ്റിവിസം. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നതെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപമാണ് നടക്കുന്നതെന്നും ജ്ഞാതൃവാദികൾ അഭിപ്രായപ്പെടുന്നു. കണ്ടോ? ജ്ഞാതൃവാദികൾ പറയുന്നത് എന്താ? കുട്ടികൾ സ്വയമേ പഠിക്കുന്നു. കണ്ടോ? മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയയിൽ പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് ജ്ഞാതൃവാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് എന്താണ്? കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും ജ്ഞാതൃവാദികൾ അഭിപ്രായപ്പെടുന്നു. ഈ വാക്ക് നോക്കിയിട്ട് വേണം പോകാൻ, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ജ്ഞാതൃവാദികൾ, പിയാഷെ പോലുള്ള മാതൃവാദികൾ പറയുന്നതാണ് കുട്ടി സ്വയമേ അറിവ് നിർമ്മിക്കുന്നുണ്ട്. ആ അറിവ് നിർമ്മിക്കുന്നതോടുകൂടി അവൻ്റെ മനസ്സിലൊരു മാതൃക രൂപപ്പെടുന്നുണ്ട് എന്നാണ് നമ്മുടെ ജ്ഞാതൃവാദികൾ അഭിപ്രായപ്പെടുന്നത്. ഈ വാദത്തിന് ശ്രദ്ധേയമായ സംഭാവന നൽകിയ വിദ്യാഭ്യാസ ചിന്തകനാണ് ജീൻ പിയാഷെ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിക്ക് പ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞത്? നമ്മുടെ ജീൻ പിയാഷെ എന്ന് പറയുന്ന വ്യക്തി. സോ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയേ ഉള്ളൂ. പുതിയൊരു കാര്യം കുട്ടികളിലേക്ക് കേൾക്കുമ്പോൾ കുട്ടികളിൽ എന്തുണ്ടാവും? മനസ്സിലൊരു അസന്തുലിതാവസ്ഥ ഉണ്ടാവും. കുട്ടികൾ ആ കാര്യത്തെ ഒരു അസന്തുലിതാവസ്ഥയായതിനെ സന്തുലീകരിക്കാൻ നോക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പഠനം എന്ന് പറയുന്നത്. എന്ന് ആര് പറഞ്ഞു? വൈജ്ഞാനികമായിട്ടുള്ള മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു, അല്ലെങ്കിൽ ജീൻ പിയാഷെ പോലുള്ള വൈജ്ഞാനിക മനഃശാസ്ത്രജ്ഞർ പറഞ്ഞാണ് ഇങ്ങനെ കുട്ടികളുടെ മനസ്സിലൊരു ഡിസ്ഇക്വിലിബ്രിയം ഉണ്ടാക്കി അവിടുന്ന് കുട്ടികൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ പഠനം അഥവാ ലേണിംഗ് എന്ന് പറയുന്നത്. അതിനെ വിളിച്ച പേരാണ് എന്താണ്? നമ്മുടെ ജ്ഞാതൃവാദികൾ അഥവാ കോഗ്നിറ്റീവ്സ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആരാണ് ജീൻ പിയാഷെ? കണ്ടോ, 1896 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ജീൻ പിയാഷെ. നോക്കിയ ഒരു സ്വിസ് മനഃശാസ്ത്രജ്ഞനായിരുന്നു. 22ാമത്തെ വയസ്സിൽ ന്യൂചാറ്റൽ സർവകലാശാലയിൽ നിന്ന് പ്രകൃതിശാസ്ത്രത്തിൽ PhD നേടി. അപ്പോഴേ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ഉണ്ടോ, 22ാമത്തെ വയസ്സ് തന്നെ. ഇനിയും 1929 ജനീവ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്ര പ്രൊഫസറായി ചേരുകയും 1975 വരെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. യുനെസ്കോയുടെ കീഴിലുള്ള ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ ഡയറക്ടറായി 29 മുതൽ 1967 വരെ
പ്രവർത്തിച്ചു. 1955 ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ജെനറ്റിക് എപ്പിഡമോളജി എന്ന സ്ഥാപനം തുടങ്ങി ജീവിതാന്ത്യം വരെ ഡയറക്ടറായി പ്രവർത്തിച്ചു. 60ഓളം പുസ്തകങ്ങളും 500ലേറെ പ്രബന്ധങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 30ലേറെ സർവകലാശാലകൾ ഓണറ്ററി ഡോക്ടറേറ്റുകൾ നൽകി ആദരിച്ചു. വലിയ ആളായിരുന്നു കേട്ടോ, ഭയങ്കര തലയായിരുന്നു. 1972 മുതൽ ഇറാസ്മസ് സമ്മാനം നേടി. ഭാര്യയായ വാലന്റിയുടെ സഹായത്തോടെ സ്വന്തം മകളായ ജാക്വലിൻ, ലൂയിസിയാന, ലോറസ് എന്നിവരെ തുടർച്ചയായ നിരീക്ഷണ പഠനത്തെക്കുറിച്ചുള്ള പല നിഗമനം രൂപപ്പെടുത്തി. കേട്ടോ, അദ്ദേഹം തീരെ തപ്പി വേറെ ആരും എടുക്കാൻ പോയില്ല, സ്വന്തം ഫാമിലി തന്നെയായിരുന്നു എന്ത് നടത്തിയത്, പഠനം നടത്താനായിട്ട് അദ്ദേഹം എടുത്തത്. അപ്പോൾ നോക്കണം, മനുഷ്യരിൽ തന്നെയാണ് പഠനം നടത്തിയത്. വ്യവഹാരവാദികളെ പോലെ പട്ടിയിലും പൂച്ചയിലും കാളയിലും കഴുതയിലും കോഴിയിലും ആടിലും ഒന്നും അല്ല പഠനം നടത്തിയത്. സ്വന്തം മക്കളിലും സ്വന്തം ഭാര്യയിലുമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പഠനം നടത്തിയത് കേട്ടോ. ഇനി അതിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ ഇതൊക്കെയാണ്: ദി മോറൽ ജഡ്ജ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്, ന്യൂ മെത്തേഡ് സൈക്കോളജി ഫൗണ്ടേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ, ദി ചൈൽഡ് കോൺസെപ്ഷൻ ഓഫ് നമ്പേഴ്സ്, ദി ഒറിജിനൽ ഇൻ്റലിജൻസ് ഇൻ ചിൽഡ്രൻ, ദി ചൈൽഡ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, ദി ഗ്രോത്ത് ഓഫ് ലോജിക്കൽ തോട്ട്, സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി ഓഫ് ദി ചൈൽഡ്, ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ടു ഇൻവെൻറ്റ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള പുസ്തകങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് പുസ്തകങ്ങളുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിച്ച് ഇല്ലതാണ്. പക്ഷേ ഒരു 2019-20 കാലയളവിൽ ഈ പുസ്തകങ്ങളിലൊക്കെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. ഇനിയും എന്താണ് പിയാഷെയുടെ പഠന സങ്കല്പം? വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കണം കേട്ടോ, പഠിക്കണം എപ്പോഴും ചോദ്യമുള്ളൊരു പാട്ടാണ്. നോക്കിക്കേ, എന്താണ് പറയുന്നത്? പുതിയ അനുഭവങ്ങൾ വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ 2 മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറുള്ളതെന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു. അവ സാംശീകരണവും സംസ്ഥാപനവുമാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഒരു പുതിയ അസന്തുലിതാവസ്ഥ മണ്ഡലം സൃഷ്ടിച്ചാൽ അത് പരിഹരിക്കുവാനായിട്ട് എന്താണ് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് സാംശീകരണം അഥവാ അസിമിലേഷൻ, 2 സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ആശയം കേൾക്കുക, പ്രകാശ സംശ്ലേഷണം. സയൻസിൻ്റെ അത് കേൾക്കുന്ന ഒരു വിഷയം അല്ലേ, 5ാം ക്ലാസ്സിലോട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ കേൾക്കുന്ന വിഷയമാണ് പ്രകാശ സംശ്ലേഷണം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, പറയാൻ നല്ല പാട് ഇല്ലേ. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നമ്മൾ പല ആവർത്തി പറഞ്ഞു കൊടുക്കും, പ്രകാശ സംശ്ലേഷണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിലൊരു അസന്താവസ്ഥ, അവർ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ എന്താ പറയുന്നത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ആദ്യമേ തന്നെ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഒരു ഡിസിക്ലിബ്രിയം അഥവാ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു അസന്തുലിതാവസ്ഥ പരിഹരിക്കാനായിട്ട് എന്താ ഉള്ളത്? 2 മാർഗങ്ങളുണ്ട്. ഒന്ന് സാംശീകരണം, 2 സംസ്ഥാപനം. സംശീകരണത്തിൻ്റെ ഇംഗ്ലീഷാണ് അസിമിലേഷൻ, സംസ്ഥാപനത്തിൻ്റെ ഇംഗ്ലീഷാണ് അക്കോമഡേഷൻ. നോക്കണം, ഈ 2 വാക്കുകളും ഇംഗ്ലീഷ് വേർഡും പറയണം. കാരണം കഴിഞ്ഞ കുറേ ഇടയ്ക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അസിമിലേഷൻ എന്ന അതേപടി മലയാളത്തിൽ പ്രിൻ്റ് അടിച്ച് വെച്ചേക്കുവാണ്. ഏത്? ഇംഗ്ലീഷ് കേട്ടോ. അസിമിലേഷൻ എന്ന് ഇംഗ്ലീഷിൽ അതേപടി പ്രിൻ്റ് അടിച്ച് വെച്ചേക്കുവാണ്. അക്കോമഡേഷൻ എന്നും പ്രിൻ്റ് അടിച്ച് അതേപടി വെച്ചേക്കുവാണ്. സോ നമ്മളെ കുഴപ്പിക്കും. അപ്പം നോക്കിയേ, ആദ്യമായി മണ്ണ് മാന്തി യന്ത്രം കാണുന്ന കുട്ടി അതിൻ്റെ പ്രവർത്തനം അത്ഭുതത്തോടെ നോക്കി നിന്നു. അച്ഛൻ വന്നപ്പോൾ അച്ഛൻ ആനവണ്ടി കണ്ടോ എന്ന് അതിശയത്തോടെ പറയുകയും ചെയ്തു. കണ്ടോ എന്താ അവിടെ സംഭവിച്ചത്? ആദ്യമായിട്ട് നമ്മുടെ JCB അഥവാ മണ്ണ് മാന്തി യന്ത്രം നമ്മുടെ കുഞ്ഞ് കാണുവാണ്. കൊച്ചു കാണുമ്പോൾ എന്നതാ സംഭവിച്ചത്? കണ്ടോ, കൊച്ചു പറഞ്ഞത് എന്താണ്? അച്ഛൻ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കൊച്ചു പറഞ്ഞു, അച്ഛാതേ ആനവണ്ടി. കാരണം എന്തായിരിക്കും കൊച്ചങ്ങനെ പറയാൻ കാരണം? കൊച്ചിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വലിയ ജീവിയാണ് ആന എന്ന് പറയുന്നത്. ആന തുമ്പിക്കൈ മടക്കുന്നത് പോലെ നമ്മുടെ JCB എന്ത് ചെയ്യുന്നുണ്ട്? തുമ്പിക്കൈ മടക്കുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആനയുടെ തുമ്പിക്കൈ വിരിയുന്ന പോലെയല്ലേ JCBയുടെ ഫ്രണ്ടിലുള്ള തുമ്പിക്കൈ വിരിയുന്നത്? JCB മണ്ണ് കാണുമ്പോൾ കൊച്ചിന് തോന്നി ആന താഴെ നിന്നും ഓരോ സാധനങ്ങൾ എടുത്ത് തിന്നുകയോ അല്ലെങ്കിൽ എടുത്ത് മാറ്റി ഇടുന്നോ ചെയ്യുന്ന പോലെ ആർക്ക് തോന്നി? നമ്മുടെ കുഞ്ഞിന് തോന്നി. അപ്പോൾ കൊച്ചി വിളിച്ചു ആന ആയിട്ടുള്ളൊരു വണ്ടി. അപ്പോൾ കൊച്ചതിനെ ഉടനെ വിളിച്ച് പറഞ്ഞ പേരാണ് എന്ത്? ആനവണ്ടി എന്ന്. കണ്ടോ, അതായത് ആദ്യമായിട്ട് കാണുക കൊച്ചത്. അപ്പോൾ മൃഗങ്ങളിൽ ഏറ്റവും വലുത് ആനയാണെങ്കിൽ വാഹനങ്ങളിൽ ഏറ്റവും വലുത് എന്തായിരിക്കും? ആനയെ കൂട്ടി പേരുള്ള എന്തോ ഒരു സാധനമായിരിക്കും. അപ്പം ആനവണ്ടി എന്ന് കൊച്ചതിനെ വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് ആനവണ്ടി എന്നാണോ? അല്ല, മണ്ണ് മാന്തി യന്ത്രമെന്നാണ് അല്ലേ? അപ്പോൾ കണ്ടോ, ഈ സംഭവത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അതായത് ആ ഒരു കാര്യത്തെ നമുക്ക് എടുത്തു നോക്കാം. നോക്കി,
പുതിയ വണ്ടി കണ്ടപ്പോൾ കുട്ടിയിലൊരു അസന്തുലിതാവസ്ഥയുണ്ടായി. ശരിയല്ലേ? പുതിയ ഒരു വണ്ടി കൊച്ചിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ നല്ല ശബ്ദം. കാരണം ആൾക്കാരെല്ലാം കാണാനൊക്കെ ഓടി ചുറ്റും കൂടി. JCB ആണെങ്കിലും അങ്ങനെ അല്ലേ, പുറത്തുകൂടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ചെന്ന് പുറത്ത് നിൽക്കും ഈ സാധനത്തിൻ്റെ പോക്ക് കാണാനായിട്ട്. കാരണം അത്ര ഭീകരമായ ഒരു പോക്കാണ് JCBക്കുള്ളത് അല്ലേ നമ്മുടെ മണ്ണ് മാന്തി യന്ത്രത്തിനുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ കൊച്ചു നോക്കിയപ്പോൾ കൊച്ചിലൊരു എന്തുണ്ടായി? അസന്തുലിതാവസ്ഥ ഉണ്ടായി. അതായത് കൊച്ചു JCB തൻ്റെ അടുത്ത പറമ്പിൽ വന്നെന്ന് വിചാരിക്കുക. അവിടേക്ക് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അത് എന്താ ചെയ്യുന്നത് നോക്കാനായിട്ട് ഓടി വന്ന് ചുറ്റും നിൽക്കുന്നു. നേരത്തെ അവൻ്റെ മനസ്സിൽ ആന വന്നപ്പോൾ ഇതുപോലെ ആൾക്കാർ ചുറ്റും കൂടിയിരുന്നു. JCB കൈ പൊക്കി ഒരു കമ്പിൻ്റെ ശിഖരം ഒടിച്ചു കാണിച്ചു, അല്ലെങ്കിൽ ഒടിച്ചു അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ കൊച്ചന്ന് ഓർത്തു അന്ന് ആനയും ഇതുപോലെ കമ്പിൻ്റെ ശിഖരങ്ങൾ ആനയുടെ തുമ്പിക്കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒടിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടോ? കൊച്ചു നോക്കുമ്പോൾ അവിടെ ഇവിടെ എന്തുണ്ട്? സാമ്യമായ അല്ലെങ്കിൽ സിമിലറായ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെടുന്ന എന്തോ ഒക്കെ ഇവർ തമ്മിലുണ്ട്. ആരൊക്കെ തമ്മിൽ? ആനയും തമ്മിലും അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രവും തമ്മിൽ. അപ്പോൾ നോക്കിയേ, കാരണം വണ്ടികളെ സംബന്ധിച്ച് അവനുള്ള അറിവുകളുമായി പൊരുത്തപ്പെടുന്നതല്ല പുതിയ ഈ വണ്ടി. ശരിയല്ലേ? അവൻ്റെ അത്ഭുതത്തിനും അമ്പരപ്പിനുമുള്ള കാരണവും അതുതന്നെ. തുടർന്ന് തൻ്റെ മുന്നറിവ് പ്രയോജനപ്പെടുത്തി ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ശ്രമിച്ചു. അതായത് അവൻ നേരത്തെ ആനയെ കണ്ടിട്ടുണ്ട്, ആനയുടെ പ്രവർത്തികൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ചെയ്തികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചെന്ത് ചെയ്തു? അവൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു ചിന്തയെ, ആ ഒരു തോട്ടിനെ അവൻ പറഞ്ഞു, മൃഗങ്ങളിൽ ഏറ്റവും വലുത് ആനയാണ്. സോ വണ്ടികളിൽ ഏറ്റവും വലുതും ആന തന്നെ. അതിൻ്റെ ചുറ്റിൽ ആന ജീവനുള്ള വസ്തുവാണ്. ഇത് പക്ഷേ മനുഷ്യൻ നിയന്ത്രിക്കുന്നതാണ്. സോ നമ്മൾ കാണാം ഇതിന് വിളിക്കുന്ന പേര് ആന വണ്ടി എന്ന്. കൊച്ച് മനസ്സിൽ തന്നെ എന്ത് ചെയ്തു? പരിഹരിച്ചു. അതായത് അവൻ്റെ മനസ്സിൽ ഉടലെടുത്ത അസന്തുലിതാവസ്ഥ അവൻ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. എങ്ങനെ? ആന വണ്ടി എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചുകൊണ്ട്. ഈ ശ്രമമാണ് ആനവണ്ടി എന്ന് പറയുന്ന നാമകരണം. ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അവൻ സ്വയമേ പരിഹരിച്ചാണ് എന്ത്? ആനവണ്ടി എന്നുള്ളൊരു നാമകരണം നൽകിയത്. കുട്ടി ആനയെയും വിവിധ വാഹനങ്ങളെയും കണ്ടിട്ടുണ്ട്. ഉണ്ടോ? ആനയുടെ തുമ്പിക്കൈയും മണ്ണുമാന്തിയുടെ യന്ത്രക്കൈയും തമ്മിലുള്ള സാമ്യവും കുട്ടി തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവിൽ നിന്നാണ് ആനവണ്ടി എന്ന നാമകരണം ഉണ്ടായത്. ഇങ്ങനെ പഠിക്കേണ്ടതാണ്. പല തവണ ചോദിച്ചൊരു ചോദ്യമാണ് അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് സാംശീകരണം. കേട്ടോ? അടിവരയിട്ട് പഠിച്ചോ, ചോദിക്കും. അതായത് നിലവിൽ നമ്മളിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ ഒരു അറിവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ ഉള്ളിലുള്ള ഒരറിവ് പ്രയോജനപ്പെടുത്തി നമ്മൾ പുതിയ കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ സാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. ഈ അസിമിലേഷൻ വഴി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നുണ്ടോ? ഉണ്ടോ? ഈ അസിമിലേഷൻ വഴി ഇപ്പോൾ കൊച്ചു അതിനെ വിളിച്ചു, മണ്ണുമാന്ത്രി യന്ത്രത്തിനെ നമ്മൾ വിളിച്ചു ആനവണ്ടി എന്ന് വിളിച്ചു. പക്ഷേ കൊച്ചിൻ്റെ ചിന്താഗതി കൊണ്ട് അവൻ്റെ ഡിസിക്ലിബ്രിയത്തിൽ അല്ലെങ്കിൽ അവൻ്റെ അസന്തുലിതാവസ്ഥ പരിഹരിച്ച് അവൻ സ്വയമേ പരിഹരിച്ചതാ ഈ പറയുന്ന അസിമിലേഷൻ ഉപയോഗിച്ച്, സാംശീകരണം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. അതായത് അവൻ നേരത്തെ കണ്ടിട്ടുള്ള മുന്നറിവുമായിട്ട് അവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിളിച്ചൊരു പേരാണ് എന്ത്? ഈ പറയുന്ന അസിമിലേഷൻ അഥവാ നമ്മുടെ മണ്ണുമാന്ത്രി യന്ത്രത്തെ ആനവണ്ടി എന്ന് അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എപ്പോഴെങ്കിലും ഈ പറയുന്ന കാര്യം ശരിയാകണമെന്നുണ്ടോ? എപ്പോഴും ഈ പറയുന്ന സാംശീകരണം ശരിയാകണമെന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. കുട്ടികൾ സ്വയമേ ഒരു കാര്യം മുന്നറിവ് കൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ശരിയാകണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഈ കൊച്ചിൻ്റെ എക്സാമ്പിൾ എടുത്തേ. ഈ കൊച്ച് പറഞ്ഞ എന്താ? മണ്ണുമാന്തി യന്ത്രത്തെ പറഞ്ഞ പേര് ആനവണ്ടി. അത് ശരിയാണോ? അല്ല. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ജസ്റ്റിൻ പറഞ്ഞു, ഡീൽ സൈൻ താവട്ട കാണിച്ചത്. അതായത് ഈ അസിമിലേഷൻ വഴി നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാകണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തെറ്റുകൾ വരാം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ഒരു അനുഭവത്തെ, ഡിസിക്ലിബ്രിയത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ ഇക്ലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സാംശീകരണം എന്ന് പറയുന്നത് അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ കുറച്ച് അറിവുണ്ട്, ആ അറിവ് നമ്മൾ പ്രയോജനപ്പെടുത്തി പുതിയ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടിനെ, പുതിയൊരു തിയറിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു.
ചിലപ്പോൾ അത് ശരിയാകാം, ചിലപ്പോൾ അത് തെറ്റിപ്പോകാം. അപ്പോൾ അങ്ങനെ എപ്പോഴും ശരിയാകണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. അപ്പോൾ ഓർത്തിരിക്കണം, അവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ട് കേട്ടോ. നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് നമ്മൾ പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സാംശീകരണം നടക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ഈ ഡിസിക്ലിബറത്തെ മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ അത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണെന്ന് വാദിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അവിടെയാണ് രണ്ടാമത് പറഞ്ഞ ഈ കാര്യം വേണ്ടത്. എന്താണ് കണ്ടോ, അച്ഛൻ അത് മണ്ണുമാന്ത്രി യന്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയുടെ വൈജ്ഞാനിക ഘടനയിൽ അഥവാ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഒരു വൈജ്ഞാനികാംശം അഥവാ സ്കീമ വന്നു ചേരും. ഇത് സാംശീകരണമാണ്. കണ്ടോ, അപ്പം കൊച്ചിനവിടെ തെറ്റ് പറ്റി. കൊച്ചു പറഞ്ഞു ഇത് ആന വണ്ടി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ അത് ആന വണ്ടിയല്ല, അതിൻ്റെ പേരാണ് മണ്ണുമാന്ത്രി യന്ത്രം. അതിന് ജീവനില്ല, പക്ഷേ നമ്മുടെ ആനയ്ക്ക് ജീവനുണ്ട്. മണ്ണുമാന്ത്രി യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ അതിലൊരു മനുഷ്യൻ കയറിയിരിക്കണം. അതൊരു മെഷീനാണ്. അതിനെ നമ്മൾ മണ്ണുകൾ വാരുവാനും നികത്തുവാനും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഈ JCB അഥവാ മണ്ണുമാന്ത്രി യന്ത്രം എന്ന് പറയുന്നത്. സോ മണ്ണിൽ പണിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ്റെ എഫോർട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജോലി ഭാരം കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് കണ്ടുപിടിച്ച ഒരു യന്ത്രം മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മണ്ണുമാന്ത്രി യന്ത്രം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൊച്ചിന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയുടെ വൈജ്ഞാനിക ഘടനയിൽ എന്നാ സംഭവിക്കും, ഒരു വൈജ്ഞാനികാംശം, അതിന് പറഞ്ഞ പേരാണ് സ്കീമ വന്നു ചേരും. അപ്പം നോക്കിയേ, അതിന് പറയുന്ന പേരാണ് എന്ത്, സാംശീകരണം. അപ്പോൾ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും തമ്മിലുള്ള കാര്യം മനസ്സിലായോ? ആദ്യത്തെ സാംശീകരണം സംഭവിച്ചപ്പോൾ എന്നതായിരുന്നു, കൊച്ച് സ്വയമേ, ശ്രദ്ധിക്കണം, കുഞ്ഞ് സ്വയമേ അവനിലുള്ള മുന്നറിവ് വെച്ചുകൊണ്ട് പുതിയ കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതൊരു പക്ഷേ തെറ്റായിരിക്കാം. അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ അവൻ്റെ ജീവിതത്തിൽ കാണും. അതായത് സ്കഫോൾഡ് ചെയ്യുന്നൊരു വ്യക്തി കാണും. അതാണ് അവിടുത്തെ അച്ഛൻ എന്ന് പറയുന്നത്. ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ അതിൻ്റെ പേര് ആന വണ്ടി എന്നല്ല, മറിച്ച് മണ്ണുമാന്ത്രി യന്ത്രമാണ്. ആനയുടെ പ്രത്യേകത ഇതൊക്കെ, മണ്ണുമാന്ത്രി യന്ത്രത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ. നീ കണ്ട കാര്യങ്ങൾ ഏകദേശം അവർ ചെയ്യുന്നത് ശരിയായിരിക്കാം, പക്ഷേ രണ്ടും രണ്ട് കാറ്റഗറിയാണെന്ന് കൊച്ചിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനിൽ എന്നെ ഉണ്ടാവും, ഒരു വൈജ്ഞാനിക അംശം ഉണ്ടാകും. അതിനെ വിളിച്ച പേരാണ് സ്കീമ കേട്ടോ. അവനിലൊരു സ്കീമയുണ്ടാവും. ആ സ്കീമ ഉണ്ടാകുമ്പോൾ അവനിൽ എന്താവും, പുതിയ ഒരു സാംശീകരണം രൂപപ്പെടും. അതായത് ഉയ്യോ, ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചത്, ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണല്ലോ എന്നൊരു ചിന്ത ആരിൽ വരും, കുഞ്ഞിൽ ഓട്ടോമാറ്റിക്കലി കടന്നു വരും. കണ്ടോ, ഇങ്ങനെ പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളുവാനും വിധം കുട്ടിയുടെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിക്കപ്പെടുന്നു. വൈജ്ഞാനിക ഘടനയുടെ വിപുലീകരണത്തിൽ ചെന്നെത്തുന്ന ഈ പുനഃക്രമീകരണത്തിന് പറയുന്ന പേരാണ് സംസ്ഥാപനം. കണ്ടോ, അതായത് സംസ്ഥാപനം എപ്പോഴും കറക്റ്റായിരിക്കും. കാരണം അത് നമ്മൾ എന്താണ് പറയുന്നത്, സ്കീമ വഴി അവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ വൈജ്ഞാനിക ഘടനയിൽ പുനഃക്രമീകരിച്ച് കയറുന്നതാണ് എന്തെന്ന് പറയുന്നത്, സംസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും മുഖേന പറഞ്ഞു കൊടുത്തോ കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ പറഞ്ഞു കൊടുത്തോള്ള അറിവ് വഴി അവൻ വിചാരിച്ച കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് അവൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ ചെന്ന് തിരുത്തി അത് പുനഃക്രമീകരിക്കപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സംസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് സാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊച്ച് സ്വയമേ അവനിലുള്ള അറിവ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനിലുള്ള മുന്നറിവുകൾ വെച്ചുകൊണ്ട് അവൻ സ്വയമേ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന പേരാണ് സാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങൾ മിക്കപ്പോഴും തെറ്റാവാം. തെറ്റായ കാര്യത്തെ അവൻ എന്ത് ചെയ്യുന്നു, പുതിയതായിട്ട് പഠിക്കുന്നു. എങ്ങനെ, സ്കീമ പ്രയോജനപ്പെടുത്തി. അതായത് ആ കാര്യം ഇന്ന റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് തെറ്റാണ്, ഇതിൻ്റെ പേര് ഇതാണ്, അതിൻ്റെ പേര് ഇതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ വിചാരിച്ച ആ വൈജ്ഞാനിക ഘടനയിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നു. അവിടെയാണ് സ്കീമ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് അവൻ്റെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിക്കപ്പെടുന്നു, അതായത് റീസ്ട്രക്ചർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്തെന്ന് പറയുന്നത്, സംസ്ഥാപനം എന്ന് പറയുന്നത്. രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? രണ്ട് നമ്മൾ വ്യത്യാസം. എന്താണ് സാംശീകരണം, എന്താണ് സംസ്ഥാപനം എന്ന് മനസ്സിലായോ?
അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളിലുള്ള അറിവ് വെച്ചുകൊണ്ട് കുട്ടികൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നു. അത് പരിഹരണം തെറ്റാണെങ്കിൽ അവിടെ സ്കീമ പ്രവർത്തിക്കുന്നു. നമ്മുടെ മനസ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തോട് നമ്മൾ പറയുന്നു അത് തെറ്റാണ്, നീ അത് തിരുത്തി പറയണം അടുത്ത തവണ തൊട്ടെന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായി? സംസ്ഥാപനമുണ്ടായി. അതായത് ഒരു പുനഃക്രമീകരണം നടന്നു, റീസ്ട്രക്ചറൈസേഷൻ നടന്നു. അങ്ങനെ നടന്ന് പിന്നീട് അവൻ ഈ പറയുന്ന മണ്ണുമാന്തി യന്ത്രത്തെ കണ്ടാൽ അവൻ വിളിക്കുകയില്ല ആനവണ്ടി എന്ന്, പകരം അവൻ വിളിക്കും ഇതിൻ്റെ പേരാണ് മണ്ണുമാന്തി യന്ത്രം. കണ്ടോ? അപ്പം അങ്ങനെ അവൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ അവൻ്റെ ഭൗതിക മണ്ഡലത്തിൽ പുനഃക്രമീകരിക്കപ്പെടുന്നതിന് പറഞ്ഞ പേരാണ് എന്തെന്ന് പറയുന്നത്? സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ ക്ലിയർ ആയോ? ഡൗട്ടുണ്ടോ? ഓർത്തിരിക്കേണ്ട കാര്യമാണ്, തിരിച്ചും മറിച്ചും ചോദിക്കും. ബാക്കിയുള്ളവർ ക്ലിയർ ആയോ? സംശയം എന്നാന്ന് മാറിയോ? അതായത് സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, വെരി ഗുഡ്. കൊച്ചുങ്ങളുടെ മനസ്സിൽ എന്നാ സംഭവിക്കുന്നു? നമ്മുടെ മനസ്സിനെ ശരിയാക്കി, അല്ലെങ്കിൽ സ്കീമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രോക്കർ പണിയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ അതല്ലേ? അതായത് നമ്മൾ ചെയ്ത കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് സ്കീമ. ആ സ്കീമ പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? സംസ്ഥാപനം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഴയ അറിവും വെച്ചോ നമ്മൾ പൊട്ടത്തരം എന്ന് പറയും അല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടിയടാന്ന് നമ്മൾ ചില പിള്ളേരൊക്കെ പറയുന്ന നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ അവൻ പറയും എനിക്കത് വായിച്ചു കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ എന്താണ്? മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് സ്കീമ. ശരിക്കും പറഞ്ഞ ഒരു ബ്രോക്കറുടെ പണി അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ളൊരു പ്രശ്നത്തെ മുൻനിർത്തി അവൻ്റെ പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സാംശീകരണം സംഭവിക്കുന്നു. അത് തെറ്റുമ്പോൾ അവിടെ സ്കീമ പ്രവർത്തിക്കുന്നു. സ്കീമ പ്രവർത്തിക്കുമ്പോൾ എന്താണ്? വൈജ്ഞാനിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. പിന്നീടുള്ള അവസരങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നു? പുതിയ കാര്യത്തെ, മനസ്സിലാക്കിയ കാര്യത്തെ പുറത്തേക്ക് പറയുന്നു. അതിന് പറഞ്ഞ പേരാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. കണ്ടോ? ഇനിയും നേരത്തെ ചർച്ച ചെയ്ത പഠനങ്ങളുടെ സമീപനമായി താരതമ്യം ചെയ്യുമ്പോൾ പിയാഷെയുടെ പഠന സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്യുക, പൊതുവായ ക്രോഡീകരണം നോട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതല്ല ഒക്കെ ഡീലിഡ് ചെയ്തോളും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പഠനത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ആര് പറയുന്നത്? പിയാഷെയുടെ പറയുന്നത്. ഒരുപാടെണ്ണം ഉണ്ട്, മൊത്തം നിങ്ങൾ വായിച്ചു നോക്കണമെന്നില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നോക്കി, കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമല്ല. അവനിൽ ധാരാളം എന്തുണ്ട്? മുന്നറിവുകളും അവൻ ഗവേഷകനും അനുഭവങ്ങളുടെ അറിവ് നിർമ്മിക്കുന്നതിനുമാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി ഒരിക്കലും വിത്തൗട്ട് നോളജിലിരിക്കുന്ന ആളല്ല. അവൻ്റെ ജീവിച്ചു വന്ന പരിസ്ഥിതിയിൽ നിന്നും അവൻ്റെ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ നിന്നും അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ്റെ മുന്നറിവുകളും അതുപോലെ തന്നെ അവൻ്റെ ഗവേഷകനും അനുഭവങ്ങളിലൂടെ അവൻ അറിവിച്ച് നിർമ്മിച്ചെടുത്തുകൊണ്ട് അവനിൽ ഒരുപാട് കഴിവുകളും ആയിട്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി ഒരിക്കലും എന്തല്ല? ഒരു ഒഴിഞ്ഞ പാത്രമല്ല. അവനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തെളിച്ചെടുക്കണം കേട്ടോ. ഇനിയും പഠനം ഇച്ഛാപൂർവ്വം നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് തീർത്തും ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. പരിഹരിക്കപ്പെടേണ്ട വൈജ്ഞാനിക അസന്തുലിതാവസ്ഥ പഠനത്തിലേക്ക് നയിക്കുന്നു. ഉണ്ടോ? പരിഹരിക്കപ്പെടേണ്ട വൈജ്ഞാനിക അസന്തുലിതാവസ്ഥ, അതായത് ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളെയാണ് പരിഹരിക്കപ്പെടേണ്ട വൈജ്ഞാനിക അവസ്ഥയെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയും നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടാതെ ഏത് വൈജ്ഞാനിക ഘടനയും നിർദ്ധകമായി അനുഭവപ്പെടും. നിയതമായ വികാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുസരിച്ച് ജ്ഞാതൃഘടന സങ്കീർണമാണ്. ഒന്നും അത്ര വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. പക്ഷെ അടുത്തത് പഠിക്കണം. നോക്കിയേ, വൈജ്ഞാനിക വികാസം നടക്കുന്നത് അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ, സംയോജനം, ഓർഗനൈസേഷൻ എന്ന പ്രക്രിയകൾ വഴിയാണ്. കണ്ടോ? അതായത് വൈജ്ഞാനിക വികാസം നടക്കുന്നത് വീണ്ടും 2 കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം വീണ്ടും സിദ്ധാന്തിക്കുന്നു. 1 അനുരൂപീകരണം, 2 സംയോജനം. ഓക്കെ, നോക്കി എന്താണ്? ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം. ഉണ്ടോ? അതായത് പുറം ലോകവുമായി അവന് പൊരുത്തപ്പെട്ടു പോകുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നമ്മൾ കണ്ടായിരുന്നില്ലേ? എന്താണ്? പുതിയ അറിവുകൾ അവൻ്റെ വൈജ്ഞാനിക പഠനത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്താനായിട്ട് നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? അനുരൂപീകരണം എന്ന് പറയുന്നത്. നമ്മൾ സാംശീകരണം, സംസ്ഥാപനം എന്നീ 2 രീതിയിലൂടെയാണ് അനുരൂപീകരണം നടക്കുന്നത്. സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവും ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സംയോജനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാംശീകരണം, സംസ്ഥാപനം പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു 2 വാക്കാണ് അനുരൂപീകരണം, അതുപോലെ തന്നെ സംയോജനം, അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, പിയാഷെയുടെ വാക്കുകളാണ് ഏതൊക്കെ? സംസ്ഥാപനം, സാംശീകരണം, സ്കീമ, അനുരൂപീകരണം,
സംയോജനം കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ, അഡാപ്റ്റേഷൻ, ഓർഗനൈസേഷൻ കേട്ടോ. ഇതിലേതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ഒരു സബ്ജക്റ്റ് ചോദിക്കും കേട്ടോ. എഴുതി വെച്ചു. പിയാഷെയുടെ ടേംസ് ആണ് എന്തൊക്കെ? അസിമിലേഷൻ, അക്കോമഡേഷൻ, ഓർഗനൈസേഷൻ, അഡാപ്റ്റേഷൻ ആൻഡ് സ്കീമ. മലയാളത്തിൽ പറഞ്ഞാൽ സംസ്ഥാപനം, സാംശീകരണം, അനുരൂപീകരണം, സംയോജനം, സ്കീമ കേട്ടോ. ഇപ്പോഴേ എഴുതി വെച്ചോ, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. 100% ഉറപ്പ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓരോന്നും എന്താണെന്ന് ഓർത്തിരിക്കണം. എന്താണ് കണ്ടോ? സംയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി പരസ്പര ബന്ധിതവും ശക്തവുമായിട്ടുള്ള യാന്ത്രികരണ രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് സംയോജനം. ഇത് പരീക്ഷ പേപ്പറിൽ ഇതേപടി സെൻറ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയും എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്? കണ്ടോ, ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുള്ള സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് എന്ത്? അനുരൂപീകരണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന് നമ്മുടെ അഡാപ്റ്റേഷനും അതുപോലെ തന്നെ 2 ഓർഗനൈസേഷൻ. നമ്മുടെ സാംശീകരണ സംസ്ഥാനം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച മറ്റ് 2 വാക്കുകളാണ് എന്താ? അനുരൂപീകരണവും സംയോജനവും. ക്ലിയർ ആയോ? അദ്ദേഹത്തെ വീണ്ടും എടുത്ത് 2 വാക്ക് പുതിയ 2 ടേംസിൽ പറഞ്ഞതേ ഉള്ളൂ. എന്ത്? നമ്മുടെ ഈ പറയുന്ന അനുരൂപീകരണമായിട്ടും അതുപോലെ തന്നെ സംയോജനമായിട്ടും. സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഏതൊക്കെ? എഴുതി വെച്ചോ. പിയാഷെയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് നോക്കിക്കേ, അസിമിലേഷൻ, അതുപോലെ തന്നെ അക്കോമഡേഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ സാംശീകരണം, സംസ്ഥാപനം, ഡിസ്ഇക്വിലിബ്രിയം അതായത് അസന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥ, പിന്നെ വരുന്നത് സ്കീമ, പിന്നെ വരുന്നത് എന്താണ്? ഈ താഴെ പറഞ്ഞ നമ്മുടെ അനുരൂപീകരണം, അതുപോലെ തന്നെ സംയോജനം. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഇനി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സ്കീമ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്കീമ? സ്കീമ ആരുടെ വാക്കാ? സ്കീമ ആരാ കണ്ടുപിടിച്ചേ? വൈജ്ഞാനിക ഘടനയിൽ സ്കീമ കൊണ്ട് മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ ആരാ? പിയാഷെ കേട്ടോ. അപ്പോൾ സ്കീമ ആരുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പിയാഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. അനുരൂപീകരണം ആരുടെ വാക്കാണ്? അല്ലെങ്കിൽ അനുരൂപീകരണം ആരുടെ കണ്ടെത്തലാണ്? ആരുടെയാണ്? അതും പിയാഷയുടെയാണ്. ഇനി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി എന്താണ് പരസ്പര ബന്ധിതമായ ഒരു യാന്ത്രികരണ രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? നമ്മുടെ സംയോജനം എന്ന് പറയുന്നു കണ്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇവിടുന്ന് ഒരു ചോദ്യം പക്കാ ഷുവറാണ് കേട്ടോ. പിന്നെ ഈ താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ വായിച്ച് നോക്കാൻ നല്ലതാണ്. കാരണം ക്ലാസ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അടിത്തറ ഇടുന്ന ഒരു കാര്യമാണിത് കേട്ടോ. ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, എന്നാൽ പോലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നമ്മളിത് വായിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കണ്ടെത്തലുണ്ട്. ഒരു 5-6 പേജ് ഇങ്ങനെ സ്ഥിരം കൊടുത്തേക്കുവാണ്. അത് നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എ ടീച്ചർ നമ്മളത് വായിച്ച് നോക്കുന്നത് നല്ലത് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുള്ള PDF വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്നിരുന്ന് വായിച്ച് നോക്കുക, അതിൻ്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ പറയാൻ പോയാൽ 1-2 മണിക്കൂർ എടുത്താലും കാര്യങ്ങൾ തീരത്തില്ല കേട്ടോ. അതിന് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്ന പറഞ്ഞായിരുന്നു ഈ പറയുന്ന സംസ്ഥാപനം, സാംശീകരണം, അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ കേട്ടോ. അവിടുന്ന് കൂടുതലായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ ചെറിയ ചിന്ന കാര്യങ്ങൾ അവരങ്ങനെ എടുക്കാറില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കിയേ, 1-ാം സംസ്ഥാനത്തെ വികാസത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യമാണോ പരിസരമാണോ എന്ന സംവാദത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. എന്തൊക്കെയായിരുന്നല്ലേ പ്രധാന പ്രക്രിയകൾ? നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിനകത്ത് വരുന്നതാണ്. 1-ാമത്തെ സെമസ്റ്റർ മൊത്തം വരുന്നുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം, പാരമ്പര്യമാണോ പരിയാവരണമാണോ കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുക വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും രണ്ടും കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം പാരമ്പര്യം നന്നായിട്ട് മാത്രം കാര്യമില്ല, ശരിയല്ലേ? ഞാൻ സമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഡോക്ടറാണ്, അമ്മ എഞ്ചിനീയറാണ്, എൻ്റെ അപ്പൻ എൻ്റെ വല്യപ്പൻ മുത്തച്ഛൻ സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പഠിക്കുന്ന അവസ്ഥകളിൽ നന്നായില്ലെങ്കിൽ കൊച്ച് ആരുമായി തീരത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, മനസ്സിലായില്ല? അപ്പം പരിസരം മാത്രം നന്നായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പാരമ്പര്യം മാത്രം നന്നായിട്ട് കാര്യമില്ല, പരിസരം കൂടി നന്നാവണം. ഇനിയും പാരമ്പര്യം വളരെ മോശമാണ്. അതായത് അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, അമ്മയ്ക്ക് തീരെയില്ല, വല്യപ്പച്ചന്മാരായിട്ട് യാതൊരു ബന്ധവുമില്ല, പഠനമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അവന് പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചേഴ്സ്, അവൻ്റെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ സഹവാസികൾ, അവൻ്റെ കൂടെയുള്ള കുട്ടികൾ, അവൻ്റെ അയൽവക്കം, ഇവിടുന്നെല്ലാം അവന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കി, പരിസരം മോശമാണെങ്കിലും പാരമ്പര്യം മോശമാണെങ്കിലും പരിസരത്തോട് കിട്ടുന്ന കാര്യങ്ങൾ വഴി കൊച്ചിന് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു മുന്നേറാൻ പറ്റും. അപ്പം
ഈ രണ്ട് കാര്യവും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് നമ്മൾ ഒന്നാമത്തെ സെമസ്റ്ററിൽ നമ്മുടെ വളർച്ചയും വികാസവും എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം നോക്കിയേ, ഇവിടെ നടന്ന പഠനത്തിൻ്റെ പ്രക്രിയ എന്താണ്? എങ്ങനെയാണ് അറിവിൻ്റെ നിർമ്മിതി നടന്നത്? പിയാഷയുടെ ജ്ഞാതൃനിർമ്മിതി വാദത്തിൽ ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ അവിടെ ചെയ്യുന്നതാണ്, ഡയറക്റ്റ് ക്ലാസ് ചെയ്യുന്നതാണ്. ഒന്ന്, സംവാദകമായ രീതിയിലാണ് പഠനം നടത്തുന്നത്. നമ്മൾ ഒന്ന് പറയും, നിങ്ങൾ പര്യാവരണം എടുക്കണം, നിങ്ങൾ പാരമ്പര്യം എടുക്കണം. രണ്ട് തമ്മിലുള്ള പോസിറ്റീവ്സ് നെഗറ്റീവും പറയണം. ക്രോഡീകരിക്കേണ്ട ഒരാളെ നിർത്തണം, ഒരു മോഡറേറ്റർ കാണണം, പുള്ളിക്കാരൻ അവസാനം ക്രോഡീകരിക്കേണ്ട രീതി ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇരിക്കണം. രണ്ടിനും കുട്ടികളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിൽ വേണം പറയുവാനായിട്ട്. അല്ലാതെ പാരമ്പര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. യേശുദാസിൻ്റെ മകൻ ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ നടനാണ്, പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വളർന്നു വന്ന പരിസ്ഥിതി നല്ലതുകൊണ്ടാണ് എന്ത് പറ്റിയത്, അവൻ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയത് അല്ലേ. യേശുദാസിൻ്റെ മകനാണെങ്കിലും പാട്ടുകാരനായത് എന്തുകൊണ്ടാണ്? പാരമ്പര്യമുണ്ട്, പര്യാവരണമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ അവന് പരിസ്ഥിതിയിൽ നിന്ന് കിട്ടിയോണ്ടാണ്. നേരെ മറിച്ച് നമുക്കറിയാം, മോഹൻലാലിൻ്റെ മകൻ ഇല്ലേ, എന്താണ്, നല്ലൊരു നടനാണ്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ നടനാണ്. ഇൻ കേസ് അവന് അഭിനയിക്കാനായിട്ട് കൊള്ളത്തില്ല എന്ന് പരിസരം പറഞ്ഞിരുന്നെങ്കിലോ അവന് അഭിനയിക്കാൻ മുതിരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, പരിസരം കൂടി നന്നായാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, പാരമ്പര്യം എത്ര നന്നായിട്ടും കാര്യമില്ല, പരിസരം കൂടി നന്നായാൽ മാത്രമേ കുട്ടികളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ വികാസത്തിൽ പ്രാധാന്യം ചെലുത്തത്തുള്ളൂ എന്നാണ് നമ്മളവിടെ കണ്ടുപിടിച്ചത്. അതൊരു ഡിബേറ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ നടത്തുന്നത് കേട്ടോ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം എന്ന് പറയുന്നത്? നോക്കിക്കേ, പഠനം പ്രധാനമായും സാമൂഹിക പ്രക്രിയ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ചോദ്യം ഇവിടുന്നും ചോദിക്കും കേട്ടോ. ഓക്കെ, നോക്കിക്കേ, വിഗോസ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെട്ട ചിന്താധാരയാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം. സോ സാമൂഹിക ജ്ഞാനനിർമ്മിതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് വിഗോസ്കിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. നോക്കിയേ, പഠനം എന്നത് സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണെന്ന ആശയമാണ് വിഗോസ്കി മുന്നോട്ട് വെച്ചത്. നോക്കിയേ, കുട്ടി അറിവിൻ്റെ നിർമ്മാതാവാണെന്ന പിയാഷയുടെ അഭിപ്രായത്തോട് യോജിക്കുമ്പോൾ തന്നെ പഠനം എന്നത് കേവലം വ്യക്തിപരവും ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രക്രിയയാണെന്ന വാദത്തെ നിരാകരിക്കുകയും സാമൂഹികവും സാംസ്കാരികമായ ഇടപെടലുകൾക്ക് പഠന പ്രക്രിയയിൽ നിർണായകമായ സ്ഥാനമുണ്ടെന്നും വിഗോസ്കി അഭിപ്രായപ്പെട്ടു. അപ്പം പിയാഷെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിഗോസ്കി പറയുന്നുണ്ട്. എന്താണ്, കുട്ടി അറിവിൻ്റെ നിർമ്മാതാവാണെന്ന് പിയാഷെ അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ പഠനം എന്നത് കേവലം എന്താണ്, വ്യക്തിപരവും ജീവശാസ്ത്രപരവും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് പഠനം നടക്കുന്നതെന്ന് വിഗോസ്കി മുന്നിട്ട് എടുത്തു പറഞ്ഞു. അതായത് പഠനം നടക്കണമെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു കാര്യമല്ല, പകരം എന്ത് ചെയ്യണം, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് വേണം കുട്ടികൾ കാര്യങ്ങൾ പഠിക്കാനെന്ന് വിഗോസ്കി പറഞ്ഞു. ഇനി നോക്കി, പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് പ്രാധാന്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം അഥവാ സോഷ്യൽ കൾച്ചറൽ ലേണിംഗ് തിയറി എന്ന് അഭിപ്രായപ്പെടുന്നു. സോ നമ്മുടെ വിഗോസ്കിയുടെ തിയറി അറിയപ്പെടുന്നതാണ് സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി അഥവാ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം എന്നാണ് ആരെ പറയുന്നത്, വിഗോസ്കിയുടെ സിദ്ധാന്തങ്ങളെ പറയുന്നത്. കാരണം സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും ഇടപെട്ടുകൊണ്ടാണ് കുട്ടികളുടെ പഠനം നടക്കുന്നതെന്ന് ആര് പറഞ്ഞു, വിഗോസ്കി മുന്നോട്ട് വെച്ചു. ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ഏകദേശമൊക്കെ പിയാഷെ മുൻപോട്ട് വെച്ചത് കേട്ടോ. ഇനിയും വിഗോസ്കി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് നോക്കിയേ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് കണ്ടോ. നമുക്കെല്ലാവർക്കും അറിയാം, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയും, ശരിയല്ലേ? അതായത് മനുഷ്യൻ ഒറ്റയ്ക്കായിട്ട് കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ജീവിക്കാൻ പാടാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്താണ്, ഒരു സാമൂഹിക ജീവിയാണ്. മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ്. എവിടേക്കാണ് അവൻ്റെ സോഷ്യലിസം കിടക്കുന്നത്? കുടുംബത്തിലുണ്ട്, വിദ്യാലയത്തിലുണ്ട്, സാംസ്കാരിക സ്ഥാപനങ്ങളിലുണ്ട് എന്നിങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഇടപഴകുന്ന സ്ഥാപനങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന സാമൂഹിക സാഹചര്യങ്ങൾ തുടങ്ങിയവയെല്ലാം അയാളുടെ വികസനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. മനുഷ്യൻ ജീവിക്കുന്നത് മുൻ തലമുറകളിലൂടെ രൂപപ്പെട്ട സാമൂഹിക പരിസ്ഥിതിയിലാണ്. എല്ലാ ഉയർന്ന മനോവ്യാപാരങ്ങളും സാമൂഹികവുമായുള്ള ഇടപഴകലിൻ്റെ അനന്തരഫലമാണ് ഇവ. വ്യക്തിയും സമൂഹവും ഒരേ സമയം ഉൽപ്പാദകരും പ്രത്യുത്പാദകരുമാണ്. വ്യക്തി സമൂഹത്തെയും സമൂഹം വ്യക്തിയെയും സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിന് വേണമെങ്കിൽ ഒരു വ്യക്തിയെ
ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. വേണമെങ്കിൽ അവനെ അടിച്ച് താക്കാനും സമൂഹത്തിനെ കൊണ്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരാനും നശിപ്പിക്കുവാനും ആരെ കൊണ്ട് പറ്റും? സമൂഹത്തെ കൊണ്ട് പറ്റും. അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രസക്തിയുള്ളൊരു തിയറിയാണ് വിഗോസ്കി പറഞ്ഞത്. ശരിയല്ലേ? സമൂഹത്തിന് വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ നല്ലയാളായിട്ടോ മോശപ്പെട്ട ആളായിട്ടോ ചിത്രീകരിക്കാം. അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടോ സമൂഹത്തിൻ്റെ ഓരോ പുതിയ സാഹചര്യം പുതിയ പഠനാവശ്യങ്ങൾ ഉണ്ടാകുന്നു. അതനുസരിച്ച് പുതിയ സാംസ്കാരിക ഉപകരണങ്ങൾ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതായത് സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ AI പോലെയുള്ള കാര്യങ്ങൾ അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? പഠനത്തിൽ ഉൾപ്പെടുത്തണം, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഉൾപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതായിട്ട് വരും. അതാണ് എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. മാറുന്ന ലോകങ്ങൾക്കനുസരിച്ച് മനുഷ്യനും മാറിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ പഠനം സാധ്യമാവുകയുള്ളൂ എന്ന് ആര് പറഞ്ഞു? വിഗോസ്കി പറഞ്ഞു. ഇനിയും സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പഠന പ്രക്രിയയുടെ സാമൂഹികത കുട്ടിയെയും സ്വാധീനിക്കുന്നു. കുട്ടി സമൂഹവുമായി ജനനം മുതൽ തന്നെ സംബന്ധിച്ചു തുടങ്ങുന്നു. ഇതിൽ സാമൂഹിക ബന്ധങ്ങൾ കുട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അന്തർധാരയിൽ വർത്തിക്കുന്നു. എല്ലാത്തരം മനോവ്യാപാരങ്ങളും ശ്രദ്ധ, യുക്തിചിന്ത, പ്രശ്നപരിഹരണം തുടങ്ങിയവയെല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെ വികസിക്കുന്നതാണ്. കൂടുതൽ അറിവുള്ളവരുമായി നടത്തുന്ന സഹകരണാത്മക സംവാദത്തിലൂടെയാണ് കുട്ടി ഈ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, നൈപുണികൾ തുടങ്ങിയവ ആർജിക്കുന്നത്. അതായത് കുട്ടിയേക്കാളും ഉയർന്ന മനോവ്യാപാരം ഉള്ളവരാണ് അവൻ്റെ മാതാപിതാക്കൾ, അയൽവക്കം, സമൂഹം, അധ്യാപകർ, വിദ്യാലയം, ടീച്ചേഴ്സ് എന്നിവരെല്ലാം. ഉണ്ടോ? അപ്പോൾ കണ്ടോ, പുതിയ കുട്ടികൾ എന്ത് ചെയ്യണം? അറിവ് കൂടിയവരുമായിട്ട് ചർച്ചകൾ നടത്തുമ്പോൾ അവരിൽ എന്തുണ്ടാവും? പുതിയ മനോഭാവങ്ങൾ, മൂല്യങ്ങളൊക്കെ ആർജിക്കും. കുട്ടി ഒരിക്കൽ ഇത്തരം സംവാദത്തിൽ സാങ്കേതിക വശങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഭാഷ ഉപയോഗിച്ച് ഇത്തരം സംവാദത്തിൽ തുടർന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് വ്യക്തി അഭിപ്രായപ്പെടുന്നു. അതായത് കുട്ടികൾക്ക് അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിലേക്ക് വരികയും അവരുമായിട്ട് കൂടുതൽ സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നാണ് ആര് പറഞ്ഞത്? വിഗോസ്കി പറഞ്ഞത്. അപ്പോൾ വിഗോസ്കി ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലായി കുട്ടികൾ പഠിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്? സാമൂഹികമായി ഇടപെട്ടുകൊണ്ടാണ് പഠിക്കുക. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഈ കണ്ട പാരഗ്രാഫിൽ നിന്നല്ല, അത്ര ഓർത്ത് വെച്ചാൽ മതി. കുട്ടികൾ എന്താണ് പഠിക്കുന്നത്? സമൂഹവുമായി ഇടപെട്ടുകൊണ്ടാണ് കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് സമീപസ്ഥ വികാസ മണ്ഡലവും അതുപോലെ തന്നെ കൈത്താങ്ങും. കേട്ടോ, സമീപസ്ഥ വികാസ മണ്ഡലം അതുപോലെ തന്നെ കൈത്താങ്ങും. എന്താണിതെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും കേട്ടോ. ഇതും ചോദിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ പിയാഷെയുടെ ടേംസ് കുറേ കണ്ടു. എന്തൊക്കെയായിരുന്നു? സംസ്ഥാപനം, സാംശീകരണം, അനുരൂപീകരണം, സംയോജനം, സ്കീമ അല്ലേ? അസിമിലേഷൻ, അക്കോമഡേഷൻ, അഡാപ്റ്റേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് സ്കീമ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞ പോലെ തന്നെ വിഗോസ്കിയുടെ ടേംസിൽ ചോദിക്കുന്ന കുറച്ച് ടേംസാണ് ZPD എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അത് ഇംഗ്ലീഷിൽ എൻ്റെ ഫുൾ ഫോം മിക്കപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമാണ്. പിന്നെ CAL എന്ന് പറഞ്ഞാൽ കറൻറ്റ് എബിലിറ്റി ലെവൽ. പിന്നെ ഉള്ളത് PAL പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. പിന്നെയുള്ളത് സ്കഫോൾഡിങ്. കേട്ടോ, ഇതൊക്കെ ആരുടെ വാക്കാണ്? നമ്മുടെ വിഗോസ്കിയുടെ വാക്കുകൾ കേട്ടോ. പിയാഷെ കണ്ടുപിടിച്ച ടേംസ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറഞ്ഞ സ്കഫോൾഡിങ്, ZPD, CAL, PAL, അതുപോലെ തന്നെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, കറണ്ട് എബിലിറ്റി ലെവൽ, സമീപസ്ഥ വികാസ മണ്ഡലം, കൈത്താങ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ വിഗോസ്കി കണ്ടുപിടിച്ചു. എന്താണ് അതെന്ന് മനസ്സിലാക്കി തരാം. നോക്കിയിരുന്നോ? നോക്കിയേ, വിഗോസ്കിയുടെ സുപ്രധാനമായ ഒരു ആശയമാണ് സമീപസ്ഥ വികാസ മണ്ഡലം. കേട്ടോ, ഓർത്തിരിക്കണം, അടിവരയിട്ട് പഠിച്ചോണം. എന്താണത്? ഓരോരുത്തർക്കും നിലവിലുള്ള കഴിവനുസരിച്ച് സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഉയർന്ന നിലയുമുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് സ്വയമേ കണ്ടോ, നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്, കേറ്റിൻ്റെ എക്സാമിനെ പറ്റി പഠിക്കേണ്ടതാണ് ഈ പഠനഘട്ടത്തിലുള്ളത് അല്ലേ? കേറ്റിൻ്റെ എക്സാമിൻ്റെ പഠനത്തിൽ നിങ്ങൾക്ക് വരേണ്ടത് എന്താണ്? സിലബസുകളെല്ലാം തന്നെ കവർ ചെയ്യണം. 5 സബ്ജക്റ്റുകളും നമുക്ക് കവർ ചെയ്ത് പോകണം. അതാണ് ഈ പറഞ്ഞ പഠനഘട്ടത്തിൽ നിങ്ങൾക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്വയമേ ഇരുന്നാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഇവിടെ വരെ കാണത്തുള്ളൂ. അതായത് CAL എന്ന് പറയുന്നത് ഇവിടെ വരെ ആയിരിക്കും. അതായത് CAL എന്ന് പറഞ്ഞാൽ കറൻറ്റ് എബിലിറ്റി ലെവൽ എന്ന് പറയും. അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നതായിരിക്കും ഇത്രയും വരുന്ന ഭാഗങ്ങൾ. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ബുക്കുകളിൽ നിന്നും നിങ്ങൾ പഴയ പ്രിപ്പയർ ചെയ്ത നോട്ടിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നതാണ് എന്ത് പറയുന്നത്? CAL. നിങ്ങളെക്കൊണ്ട് സ്വയമേ പറ്റുന്ന കാര്യമാണ് CAL അഥവാ കറൻറ്റ് എബിലിറ്റി ലെവൽ അഥവാ നിലവിലുള്ള നില എന്ന് പറയുന്നത്. നിങ്ങളുടെ നിലവിലുള്ള നില എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് അത് പാടായിട്ട് തോന്നിയുകൊണ്ട് നിങ്ങളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ നിങ്ങളെ ഇരുത്തി മനസ്സിലാക്കി പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു?
നിലവിലുള്ള നിലയിൽ നിന്നും എങ്ങോട്ട് ഉയരും? നിങ്ങൾക്ക് മാക്സിമം എത്തിച്ചേരാവുന്ന നിലയിലേക്ക് നിങ്ങൾ ഉയരുന്നു. കണ്ടോ? അതായത് നിലവിലുള്ള നിങ്ങളുടെ നിലയിൽ നിന്ന് നിങ്ങളൊരു ഉയർച്ച നിങ്ങളിൽ കാണപ്പെടുന്നു. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? ഉയരുന്നു. അതായത് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന ഒരു നിലയുണ്ട്. പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ അഥവാ PAL എന്ന് പറയും. അതായത് നിങ്ങളെക്കൊണ്ട് സ്വന്തം പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ സഹായത്താൽ, മറ്റുള്ളവരുടെ കൈത്താങ്ങാൽ, മറ്റുള്ളവരുടെ സ്കഫോൾഡിങ്ങാൽ നിങ്ങൾ നേടിയെടുക്കും. അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എത്തിച്ചേരാവുന്ന നില അഥവാ PAL എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള നിലയും നിങ്ങൾ എത്തിച്ചേർന്ന നിലയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കാണും. അതായത് ഈ ഷെയ്ഡ് റീജിയൻ കണ്ടോ? അതിനെ വിളിച്ച പേരാണ് ZPD അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം. എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള നിലയിൽ നിന്നും ഒരാളുടെ സഹായത്താൽ നിങ്ങൾ കുറച്ചും കൂടി ഉയരത്തിൽ നിങ്ങളുടെ പഠനമെത്തി. അപ്പം നിങ്ങൾ PALലോട്ട് മാറി. അപ്പം ആ ഒരു നിലവിലുള്ള നിലയും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള നിലയും തമ്മിലുള്ള വ്യത്യാസത്തിന് പറഞ്ഞ പേരാണ് എന്ത്? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. ZPD നടക്കണമെങ്കിൽ എന്നാ വേണം? ഒരാളുടെ സ്കഫോൾഡിങ്ങോ അല്ലെങ്കിൽ കൈത്താങ്ങോ അവിടെ നിർബന്ധമായിട്ടും വേണം. സ്വയമേ എത്തിച്ചേരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിങ് നൽകണം. അങ്ങനെ നൽകി നിങ്ങൾ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തുന്ന ആ ഒരു മണ്ഡലത്തിലുള്ള ഗ്യാപ്പിന് പറയുന്ന പേരാണ് എന്ത്? സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത്. കണ്ടോ? ഇനി ഒന്ന് വായിച്ചു നോക്കി. ഓരോരുത്തർക്കും ഇല്ലേ, നമുക്കെല്ലാവർക്കും എന്തുണ്ട്? നിലവിലുള്ള കഴിവുകൾ അനുസരിച്ച് സ്വയപ്രയത്നത്താൽ എത്താവുന്ന നിലയാണ് കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നിലവിലുള്ള നില എന്ന് പറയുന്നത്. ഇനിയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയുണ്ട് നമുക്ക്. അതിന് പറഞ്ഞ പേരാണ് എത്തിച്ചേരാവുന്ന നില അഥവാ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്നും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ വരെ നമുക്ക് ഉയരാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിന് പറയുന്ന പേരാണെന്ത്? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത്. കണ്ടോ? ഓരോ കുട്ടിയിലും ഈ രണ്ട് മണ്ഡലങ്ങളും പ്രകടമായതുകൊണ്ട് അവർക്ക് എത്തിച്ചേരാവുന്ന ഉയർന്ന നിലയിൽ എത്തിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കണ്ടോ? അതായത് കുട്ടികളിൽ ഓൾറെഡി കുറേ അറിവുകളുണ്ട്. അവൻ നിലവിലുള്ള നിലയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ CAL വെച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യണം? കൈത്താങ്ങ് കൊടുത്ത് ZPD വഴി നമ്മൾ എങ്ങോട്ട് എത്തിക്കണം? PALലോട്ട് എത്തിക്കണം. പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിക്കണം. ഇനി ഒന്ന് ആലോചിച്ച്, ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ കഴിഞ്ഞു പോയാൽ അവൻ ആരായിട്ട് മാറും? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും കഴിഞ്ഞ് അവൻ പോവുകയാണെങ്കിൽ അവൻ ആരായി? ഗിഫ്റ്റഡ് ചിൽഡ്രനായി. ശരിയല്ലേ? അതായത് പ്രതിഭാശാലിയായിട്ട് മാറും. ഇനിയും നിലവിലുള്ള നിലയിലും താഴെയിലാണ് കൊച്ചിൻ്റെ നിലവാരമെങ്കിലോ നമ്മൾ പറയും അവർ മൂഢബുദ്ധിക്കാരാന്ന് പറയും, ഇല്ലേ? മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ചില കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാലോ നിലവിലുള്ള നിലയെ പോലും എത്താൻ പറ്റാത്ത കുട്ടികളുണ്ട്. അതായത് ബിലോ ആവറേജ് അല്ലെങ്കിൽ വീക്കർ സ്റ്റുഡൻസ് നമ്മൾ പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂഢ ബുദ്ധിയുള്ളവർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നിലവിലുള്ള നിലയെ പോലും എത്താൻ പറ്റിയെന്ന് വരില്ല. 5ാം ക്ലാസ്സിലേക്ക് വെച്ചിട്ട് എഴുതാനോ വായിക്കാനോ സംസാരിക്കാനോ തെറ്റുകൂടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവൻ നിലവിലുള്ള നില അവനില്ല. അവിടെ തൊട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഈ പറയുന്ന സ്കഫോൾഡിങ് കൊടുത്ത് വേണം അവനെ കയറ്റാൻ. കണ്ടോ? എല്ലാവർക്കും ZPD ഒരുപോലെ ആകണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഭൗതിക നില അനുസരിച്ച് മാറ്റങ്ങൾ വരും. കണ്ടോ? ചിലർക്ക് മറ്റുള്ളവരെക്കാൾ വിപുലമായ വികസന മണ്ഡലം ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായ ഉയർന്ന നിലയിൽ എത്താൻ കഴിയും. ഇതിലുള്ള ഇടപെടലാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പൊട്ടൻഷ്യൽ കൂടുതലുള്ള കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യണം? ZPD മറികടക്കാനും പൊട്ടൻഷ്യൽ കുറവുള്ള കുട്ടികളെ കൊണ്ട് ZPD വഴി പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്തിക്കാനോ ആര് ശ്രമിക്കണം? അധ്യാപകർ ശ്രമിക്കണം. മനസ്സിലായോ? ഇനിയും ഉദാഹരണങ്ങൾ, ചിന്തയെ നിർണ്ണയിക്കാവുന്ന ചോദ്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവയാണ് ഇത് സാധ്യമാകുന്നത്. കുട്ടിക്ക് സ്വാശ്രയ പഠനം സാധ്യമാകുന്ന ഒരു അധ്യാപകൻ കൈത്താങ്ങ് നൽകേണ്ടതായിട്ടുണ്ട്. ചുവടുറപ്പിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സഹായകരമായ താൽക്കാലികമായ തട്ടൊഴുക്കലിനെയാണ് എന്ന് പറയുന്നത്. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികൾക്ക് നൽകുന്ന ഓരോ സഹായത്തെയും കൈത്താങ്ങ് എന്ന് വിഗോസ്കി വിശേഷിപ്പിച്ചു. കണ്ടോ? തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന ഓരോ സഹായത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വിഗോസ്കി വിളിച്ച പേരാണ് കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ് എന്ന് നമ്മുടെ വിഗോസ്കി വിളിച്ചു. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കണം നമ്മൾ കൈത്താങ് നൽകേണ്ടത്. കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ അത് പരിഗണിക്കാൻ സഹായകമായ രീതിയിൽ അധ്യാപകൻ കൈത്താങ് നൽകണം. ചുരുക്കത്തിൽ
കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സാമൂഹിക ഇടപെടലാണെന്ന് പറയുന്നത് കൈത്താങ് എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നില്ല. അവൻ എവിടെ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൈത്താങ് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ചോദ്യങ്ങൾ ഉന്നയിക്കാം, ക്ലൂസ് കൊടുക്കാം, മോഡൽസ് കാണിക്കാം, ചാർട്ടുകൾ കൊടുക്കാം, ഒരു കഥ പറഞ്ഞു കൊടുക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം, നിത്യജീവമായിട്ട് ബന്ധപ്പെടുത്താം. കണ്ടോ, ഇങ്ങനെ നമ്മൾ വേണം കൈത്താങ് കൊടുക്കാൻ. അല്ല കൈത്താങ് എന്ന് പറഞ്ഞാൽ ഒന്നും എത്രയാന്ന് ചോദിച്ചാൽ 2 എന്നുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പകരം പറയണം, മോനെ നിൻ്റെയിൽ ഞാനൊരു കല്ല് തന്നു, ഒരു കല്ലുകൂടി നിൻ്റെ തന്നാൽ മൊത്തം മോൻ്റെ എത്ര കല്ലുണ്ട്? കണ്ടോ, ഒരു ഉദാഹരണമായിട്ട് നമ്മൾ വന്നു. ഇനി നമ്മളൊരു എക്സാമ്പിൾ വരച്ച് കൊടുക്കുകയാണ്. ഒരു സ്റ്റാർ ഇവിടെ ഇരിക്കുന്നു, മറ്റൊരു സ്റ്റാർ നിൻ്റെ കൂട്ടുകാരൻ്റെ ഇരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ 2 പേരുടെ കയ്യിലുള്ള ഓരോ സ്റ്റാർ വെച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നിൻ്റെ കൂട്ടുകാർക്ക് എത്ര സ്റ്റാർ കിട്ടും? 2 സ്റ്റാർ കിട്ടും. കണ്ടോ, ഇങ്ങനെ ഡയഗ്രാംസ് വഴിയോ ഗ്രാഫുകൾ വഴിയോ കഥകൾ വഴിയോ കവിതകൾ വഴിയോ നമ്മൾ കുട്ടികളുടെ ഭൗതിക മണ്ഡലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ ഉയർത്തി കൊടുക്കണം. അതായത് ചിന്താരീതിയെ ഉണർത്തണം. അങ്ങനെ വരുമ്പോൾ അവിടെ എന്നാ സംഭവിക്കും? സ്കഫോൾഡിങ് നടക്കും. അതായത് അവനെ ഒന്ന് കൈത്താങ്ങി പിടിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തും. അങ്ങനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്കഫോൾഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പിയാഷയുടെ കാര്യവും വിഗോസ്കിയുടെ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിയാഷയുടെ വാക്കുകൾ എന്നൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? പറഞ്ഞു നോക്കിയേ. പിയാഷ കണ്ടുപിടിച്ച വാക്കുകൾ എന്നൊക്കെയാ? ആദ്യം കണ്ടുപിടിച്ചത് ഡിസ്ഇക്വിലിബ്രിയം, അസന്തുലിതാവസ്ഥ. അവിടുന്ന് കൊച്ച് എങ്ങോട്ട് വരും? ഇക്വിലിബ്രിയത്തിലേക്ക് വരും, സന്തുലിതാവസ്ഥയിലേക്ക് വരും. ഇനിയും അവിടുന്ന് മറികടക്കുന്ന കുട്ടി എങ്ങോട്ട് വരും? നമ്മുടെ പറഞ്ഞില്ല, അസിമിലേഷൻ, അക്കോമഡേഷൻ, സംസ്ഥാപനം, അനുരൂപീകരണം എന്നിവ വഴി കൊച്ചുങ്ങൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടോ? സാംശീകരണം, സംസ്ഥാപനം. ആദ്യം പഠിക്കേണ്ടത് ഡിസ്ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം. എന്താണെന്ന് പറഞ്ഞാൽ അസന്തുലിതാവസ്ഥ, സന്തുലിതാവസ്ഥ. പിന്നെയുള്ളത് സാംശീകരണം, സംസ്ഥാപനം, അസിമിലേഷൻ, അക്കോമഡേഷൻ. ഇത് രണ്ടും നടക്കണമെങ്കിൽ എന്നാ വേണം? സ്കീമ പ്രവർത്തിക്കണം. ഇനിയും അദ്ദേഹത്തെ മറ്റൊരു പേര് വിളിച്ചാണ് അനുരൂപീകരണം, അതുപോലെ തന്നെ സംയോജനം, അല്ലേ? ഓർഗനൈസേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. ഇത്രയാണ് പിയാഷെ കണ്ടുപിടിച്ച ടേംസ് എങ്കിൽ വിഗോസ്കി കണ്ടുപിടിച്ച ടേംസ് ആണ് എന്ത്? PAL പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, CAL കറണ്ട് എബിലിറ്റി ലെവൽ, ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം. ഇത് നടക്കണമെങ്കിൽ എന്നാ വേണം? അവിടെ സ്കീമ പ്രവർത്തിച്ചെങ്കിൽ ഇവിടെ എന്നാ പ്രവർത്തിക്കേണ്ടത്? അവിടെ പഠനം നടക്കാൻ സ്കീമ പ്രവർത്തിക്കുമെന്ന് നമ്മുടെ പിയാഷെ പറഞ്ഞു. ഇവിടെ എന്നാ പ്രവർത്തിക്കേണ്ടത്? കൈത്താങ് അഥവാ സ്കഫോൾഡിങ് പ്രവർത്തിക്കണം. കണ്ടോ, 2 പേരുടെയും തിയറി ഇങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. 2 പേരുടെയും വാക്കുകൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. വാക്കുകൾ എന്താണെന്നും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് തന്നെ എഴുതി പഠിക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. നിരന്തരം അത് വായിക്കണം. കാരണം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ 2 പേരെയും പറ്റി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇവരെ 2 പേരെയും പറ്റി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ 2 പേരുടെ തിയറിയും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പേരുടെ തിയറിയും പഠിക്കണം കേട്ടോ. മനസ്സിലാക്കി പഠിക്കണം, മനഃപ്പാടമാക്കരുത് ഒരു കാര്യം, ദൈവത്തെ ഓർത്ത് കേട്ടോ. മനസ്സിലാക്കി പഠിക്കാമെങ്കിൽ എന്ത് പറ്റും? നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. അതായത് ഇന്നതാണല്ലോ അത് എന്ന് നമുക്കൊരു ചിന്താരീതി നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലാതെ നിങ്ങൾ റോട്ട് ലേണിംഗ് അഥവാ നമ്മൾ പറയത്തില്ല ബൈഹാർഡ് ലേണിംഗ് വഴി നിന്നാൽ മൊത്തത്തിൽ പ്രശ്നമാണ്. മൊത്തം നമ്മൾ പരീക്ഷയിൽ കയറുമ്പം മൊത്തം തലതിരിഞ്ഞ് പോകും. നമ്മൾ എന്താ പഠിച്ചത് നമുക്കൊരു യാതൊരു ഗ്രാഹ്യം കാണത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ നോക്കണം കേട്ടോ. സംശയമുള്ളത് ചോദിക്കണം. ആരോട് ചോദിക്കണം? അറിയാവുന്നവരോട് ചോദിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ ZPD വഴി വിഗോസ്കി പറഞ്ഞ പോലെ നമ്മൾ എത്തിച്ചേരാവുന്ന നിലയിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രനായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ. 2 പേരുടെ തിയറി അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാൻ. ഇനി നമുക്കുള്ളത് ഓരോ ഈ പറഞ്ഞ സാമൂഹിക വികാസത്തിൻ്റെ ഓരോ പഠനങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ പെട്ടെന്ന് തീരും, ഇനി കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് S1 S2 പെട്ടെന്ന് തീരും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ എടുക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? പിയാഷെ, വിഗോസ്കി എന്നുള്ള ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്